കുഞ്ഞാവ് Hello, good evening. Hello, good evening. Audio clear ആണോ? ക്ലിയർ ആണ്. ഓഡിയോ ക്ലിയർ ആണോന്ന് പറയണേ. സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, എല്ലാരും മ്യൂട്ട് ആക്കി വെക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, ഡിവിസിബിലിറ്റി റൂൾസ്, ഫാക്ടേഴ്സ്, റാങ്ക് ഓഫ് എ പേഴ്സൺ ആഫ്റ്റർ ഇന്റർചേഞ്ചിങ് ഒക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഡിവിസിബിലിറ്റി റൂൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ഇപ്പൊ 1 to 12 നമ്പേഴ്സിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോംവർക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഹോംവർക്ക് എത്ര പേര് ചെയ്തു? എല്ലാവരും ഹോംവർക്ക് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തായിരുന്നോ? പറഞ്ഞേ. എല്ലാരും ചെയ്തോ? ഓക്കെ, അപ്പൊ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡിവിസിബിലിറ്റി റൂൾ ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? കഴിഞ്ഞ ഇതിൽ നമ്മൾ 11 12 എഴുതിയിട്ടില്ലായിരുന്നു. സോ അതുകൂടെ ചേർത്തിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്യാത്തവർ നോട്ട് ചെയ്തോ. സോ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പൊ നോക്കിക്കേ. ഓക്കെ, അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാവേ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സോ നമുക്ക് ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് നോക്കിയിട്ട് എന്താണ് ആൻസർ വരുന്നതെന്നൊന്ന് പറഞ്ഞേ. ഇത് ചെയ്ത് നോക്കിയിട്ട് ആൻസർ എന്താ വരുന്നതെന്ന് വേഗം പറയുക. ഓക്കെ,
കിട്ടിയോ? ഓക്കെ. എങ്ങനെ ചെയ്തേ? എങ്ങനെയാ ചെയ്തേന്ന് പറഞ്ഞേ? ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? വെൻ എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 7, ദ റിമൈൻഡർ ഈസ് 4. വെൻ ദ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 6, ദ റിമൈൻഡർ ഈസ് 3. വാട്ട് വിൽ ബി ദ നമ്പർ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആണല്ലോ, അല്ലേ? അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെയാ ഇത് ചെയ്യുന്നേ? ഏ എങ്ങനെ ചെയ്യാൻ പറ്റും? കിട്ടിയത് എങ്ങനെ? നിങ്ങൾ ഓപ്ഷനിൽ നിന്നാണോ പോയേ? എങ്ങനെയാ ചെയ്തത്? ആ, ഓപ്ഷൻ നോക്കി എലിമിനേറ്റ് ചെയ്തല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പം നമുക്ക് ഡയറക്റ്റ് ഓപ്ഷനിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള വരുന്നത് കേട്ടോ. അതായത് ഇവിടെ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നമ്പർ. ഓക്കെ, നമ്പർ ഏതാന്ന് നമുക്ക് അറിയത്തില്ല, നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? റിമൈൻഡർ എന്ന് പറയുന്നതാണ് തന്നിട്ടുള്ളത്, 4 എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ആണല്ലോ. അതേപോലെ തന്നെ സെയിം നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ റിമൈൻഡർ കിട്ടിയത്? 3 എന്നാണ് റിമൈൻഡർ കിട്ടിയിട്ടുള്ളത്. ആണല്ലോ. വേണമെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് പോവാം. ഇത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് പോകുന്നത് തന്നെയാണ് കുറച്ചും കൂടി എളുപ്പം കേട്ടോ. ഇപ്പൊ നമ്മൾ ഓപ്ഷൻ എ എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഓപ്ഷൻ എ എടുക്കുകയാണ്. ഞാൻ 32നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ എന്താ കിട്ടുന്നത്? 4 ആണ് കിട്ടുന്നത്. ആണല്ലോ, അല്ലേ? റിമൈൻഡർ എനിക്കിവിടെ 4 ആണ് കിട്ടുന്നത്. സെയിം 32നെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? റിമൈൻഡർ 2 ആണ് കിട്ടുന്നത്. സോ ഇത് എനിക്ക് 32 ആണ് നമ്പർ എന്ന് പറയാൻ പറ്റുമോ? കാരണം 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ എനിക്ക് വരേണ്ടത്? 3 ആണ് വരേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായോ? 3 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം? അല്ല എന്ന് പറയാൻ പറ്റും. ആണല്ലോ. ഇനി നെക്സ്റ്റ് 46നെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്താ? 42ൽ പോകും. ബാക്കി റിമൈൻഡർ എന്ത് കിട്ടും? റിമൈൻഡർ 4 എന്ന് കിട്ടും, അല്ലേ? റിമൈൻഡർ കിട്ടി. ഓക്കെ, റിമൈൻഡർ 4 എന്ന് കിട്ടി. പക്ഷേ എന്താണ്? നമുക്ക് ഇനി അടുത്ത 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 46നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്താ കിട്ടുന്നത്? നമുക്ക് റിമൈൻഡർ 4 എന്ന് വരും. അപ്പൊ ഇതും ക്യാൻസൽ ചെയ്യാം, കാരണം റിമൈൻഡർ 3 കിട്ടിയില്ല, അല്ലേ? ഇനി നമുക്ക് 32 നോക്കാം. 32 അല്ല, 39. ഓക്കെ, 39നെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അല്ലേ? അപ്പൊ 35 പോയിട്ട് ബാക്കി റിമൈൻഡർ എത്ര? 4 കിട്ടി. ഓക്കെ, ഇനി 39നെ ഞാൻ എന്ത് ചെയ്യുന്നു? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ റിമൈൻഡർ എനിക്ക് എത്ര കിട്ടും? 3 എന്ന് തന്നെ കിട്ടി. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടി. സോ ദ നമ്പർ എന്താന്ന് പറയാം? 39 ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ? ഓക്കെ ആണോ എന്ന് പറഞ്ഞേ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ഈ ചെയ്തതിൽ ആർക്കെങ്കിലും? ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാലോ അപ്പോ. അയ്യോ, ഇതിൽ കൂടുതൽ നമുക്ക് ഷോർട്ട് കട്ട് ഇല്ല, കാരണം ഇതാണ് ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡ് കേട്ടോ. ഇതാണ് കുറച്ചുകൂടെ എളുപ്പമുള്ള. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡയറക്റ്റ് നമ്മൾക്ക് ഓപ്ഷനിൽ നിന്ന് പോകാൻ പറ്റും. പിന്നെ ഈ നമ്പേഴ്സ് വെച്ചിട്ടാണ് ഡൗട്ട് വരുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നമ്പേഴ്സ് നമുക്ക് വേഗം, ഇപ്പൊ 39നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് റിമൈൻഡർ 4 ആണ് നമ്മുടെ മനസ്സിലും, കാരണം 35 ആണ് അതിൽ ഡിവൈഡ് ആയി പോകുന്ന നമ്പർ, അല്ലേ? അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് 4 ആണെന്ന് കിട്ടും. മനസ്സിലായോ? ഒരു നമ്പർ തന്നെ നോക്കിയാൽ മതി. മനസ്സിലായോ? ഒറ്റ നമ്പർ എടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ക്യാൻസൽ ആക്കി പോവാം. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കണ്ടീഷനും കൂടി നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് ടൈം വളരെ കുറച്ചേ നമുക്ക് എടുക്കത്തുള്ളൂ കേട്ടോ. ഓപ്ഷനിൽ നിന്ന് പോവുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്തേ വേഗം.
ഓക്കെ, കിട്ടിയല്ലേ? എന്താ വരുന്നേ? When a number is divided by 24, the remainder is 16 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നേ? ഇവിടെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അതായത് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാലോ. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ അല്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്? സോ ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്നാണ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിവിഡൻഡ് അതായത് ഇപ്പൊ 14/7. ഓക്കെ, 14/7 അല്ലെങ്കിൽ 15/7. ഓക്കെ, 15/7 എഴുതാം. അപ്പൊ ഈ 15 എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിവൈസർ ആണ്. ഓക്കെ, ഇത് ഡിവിഡൻഡ്. ഇനി നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എന്ത്? ഇവിടെ കിട്ടുന്ന എന്താ? 2. ഇതാണ് കോഷ്യന്റ്. പറഞ്ഞ മനസ്സിലായോ? ഇനി കിട്ടുന്ന റിമൈൻഡർ ആണ് എന്തെന്ന് പറയുന്നത്? ഇതാണ്, ഈ 1 ആണ് ഇവിടെ കിട്ടുന്നത്. അധികമായിട്ട് കിട്ടുന്ന എന്താ? റിമൈൻഡർ. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഇക്വേഷൻ വരുമ്പം ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസർ അല്ലെ? ഡിവൈസർ എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 2 കോഷ്യൻ അല്ലേ? എന്ത് വരും? 14 പ്ലസ് റിമൈൻഡർ 1 എന്ത് വരും? 15 എന്ന് വരും. ഓക്കെ, അപ്പൊ ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്നാണ് നമ്മുടെ ആ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ ആണ് അല്ലേ? സോ നമ്പർ നമുക്കറിയാം. എന്താണ് നമ്പർ? നമ്പർ നമുക്ക് അറിയത്തില്ല. സോ ഇവിടെ നോക്കിയേ, when a number is divided by 24. ഓക്കെ, ഈ നമ്പറിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണത്? എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്ന ആളാണ് ഡിവൈസർ ആണല്ലോ. ഇൻറ്റു എന്ത് പറയാം? കോഷ്യന്റ് നമുക്ക് തന്നിട്ടില്ല, ക്യൂ എന്ന് തന്നെ കൊടുക്കാം. പ്ലസ് റിമൈൻഡർ ആരാ? റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാ? 16 ആണ് ആണല്ലോ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കിയേ, when a number is divided by 24, the remainder is 16. സോ നമ്മൾ അതിനെ ഇക്വേഷൻ ആക്കി എഴുതി. ഇനി നോക്ക്, the remainder when the same number. ഓക്കെ, ഈ സെയിം നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പറഞ്ഞ മനസ്സിലായോ? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? എന്നിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാമല്ലോ അല്ലേ? 16/12. അപ്പൊ ഇവിടെ നോക്ക്, 12നെ 24ന്റെ ഒരു മൾട്ടിപ്പിളാ. സോ ഉറപ്പായിട്ടും നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ റിമൈൻഡർ വരത്തില്ല ആണല്ലോ. പക്ഷേ ഇവിടെ 16/2 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? നമുക്കിവിടെ റിമൈൻഡർ എന്തായിരിക്കും കിട്ടുന്നത്? 4 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത്? ഈ 16നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ നമ്പറാണ് 24Q പ്ലസ് 16 എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 ആയിരിക്കും റിമൈൻഡർ കിട്ടുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇതിനെ ഞാൻ സെപ്പറേറ്റ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു കേട്ടോ. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24/12 എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ക്യാൻസൽ ആയി പോകുന്ന നമ്പറാണ്. അവിടെ റിമൈൻഡർ വരത്തില്ല. ആൻഡ് 16/12 ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും? നമുക്ക് 4 ആയിരിക്കും കിട്ടുന്നത് അല്ലേ? ഡൗട്ട് ഉള്ള ഒരു സൈഡിൽ ഒന്ന് ചെയ്ത് നോക്കിയേ. 16നെ 12 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. നമുക്ക് ഉറപ്പായിട്ടും റിമൈൻഡർ 4 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും വരുന്നത്. മനസ്സിലായോ പറഞ്ഞിരിക്കുന്നത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഡൗട്ട് ഉള്ളവർ ചോദിച്ചേ. മാറ്റി കഴിഞ്ഞിട്ട് പറയരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കട്ടെ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. വേഗം ചെയ്തേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ. ഓക്കെ, എന്താ നോക്കാം അല്ലേ? If a positive integer n is divided by 7, the remainder is 2.
വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ ഓപ്ഷൻ yield a remainder 0 when it is divided by 7 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്പർ എ പോസിറ്റീവ് നമ്പർ അല്ലെ, നമ്പർ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് 7 കൊണ്ട്. ഓക്കെ, ആൻഡ് കോഷ്യന്റ് നമുക്ക് അറിയത്തില്ല, ഒന്നെങ്കിൽ എ എന്നോ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം, 7q എന്ന് തന്നെ കൊടുക്കാം അല്ലെ. പ്ലസ് എന്ത് വരും, റിമൈൻഡർ 2 എന്ന് വരും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ ദ ഓപ്ഷൻ yield a remainder 0 when it is divided by 2 എന്നാണ് ചോദ്യം. സോ ഈ നമ്പറിനെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടണം, എനിക്കിവിടെ 0 റിമൈൻഡർ വരണം. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. സോ എന്നിന് എന്ത് ചെയ്യണം എന്നറിയാവോ, ഈ ഓപ്ഷൻ വൈസ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് n+3 ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ. n+3 ചെയ്യാം. സോ n+3 ചെയ്യുമ്പം ഇവിടെ എന്ത് വരും, 7 ഇൻറ്റു ക്യൂ, 7q തന്നെ വരും. 2ന്റെ കൂടെ എന്ത് ചെയ്യുക, ഒരു 3യും കൂടെ ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. 3 ആഡ് ചെയ്യുക, രണ്ട് സൈഡിലും ലെഫ്റ്റിലും. നമ്മളൊരു ഇക്വേഷൻ ചെയ്യുമ്പം റൈറ്റിൽ എന്ത് കൊടുക്കുന്നു അത് തന്നെ ലെഫ്റ്റിലും ഇടുക, അല്ലെങ്കിൽ ലെഫ്റ്റിൽ എന്ത് കൊടുക്കുന്നു അത് തന്നെ റൈറ്റിലും ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഈക്വൽ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ഈ ഇക്വേഷൻ എന്താണ്, ഈക്വൽ ആണ് നമുക്ക് പറയാൻ പറ്റും. സോ ഇനി ഒന്ന് ചെയ്ത് നോക്കിയേ, n+3. ഓക്കെ, n+3നെ എന്താണ്, ഈ ഒരു നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇതെന്ത് കിട്ടും, 7q + 5. ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുമോ? ഇല്ല. സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്താൽ 7q/7 ഓക്കെ പോകും, 5/7 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അപ്പോൾ ഓപ്ഷൻ എ അല്ലെന്ന് നമുക്ക് മനസ്സിലായി. ഇനി n+2 ചെയ്ത് നോക്കാം. n+2 ചെയ്യുമ്പോൾ എന്ത് വരും, 7q + 2 + 2 അല്ലേ. അപ്പോൾ അവിടെ ചെയ്യുമ്പോഴും നോക്കിക്കേ, 7q/7 + 4/7. ഇതും ഉറപ്പായിട്ടും നമുക്ക് എന്ത് പറ്റില്ല, 0 റിമൈൻഡർ വരത്തില്ല, കാരണം ഇവിടെ റിമൈൻഡർ വരും. ഓക്കെ, 0 കിട്ടത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, റിമൈൻഡർ ഒന്നും വരത്തില്ല എന്നുള്ള ഒരു മീനിങ് ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ നോക്ക്, 7q+ ഇനി എന്താ 2 + 5 ഡിവൈഡഡ് ബൈ 7. അപ്പൊ ഇനി നോക്കിക്കേ, 7q/7 + 7/7. ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുന്ന നമ്പർ അല്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൈൻഡർ 0 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്താണ്, സി ആണ് നമുക്ക് ആൻസർ എന്ന് പറയാം. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഡൗട്ട് ഉണ്ടോ ഈ ചെയ്തതിൽ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഈക്വൽ എന്ന് പറഞ്ഞാൽ n = 7q + 2 ആണ് അല്ലെ. അപ്പൊ എന്നിന്റെ കൂടെ ഒരു 3 ഇട്ട് കൊടുത്തപ്പോൾ ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലും ഒരു 3 ഇട്ട് കൊടുത്തു. ഓക്കെ, മനസ്സിലായോ? വളരെ കുറച്ച് പേർക്ക് ആൻസർ കിട്ടിയിട്ടുള്ളൂ. ചെയ്തു നോക്കുക കേട്ടോ, ചെയ്തു നോക്കുക. ഓപ്ഷനിൽ നിന്ന് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഓക്കെ, നമ്മൾ എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തതെന്ന് പറയുന്നത് ഇനി നമ്മൾ ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഈ റിമൈൻഡർ ഓക്കെ ആണെന്ന് പറഞ്ഞേ, റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആണെന്ന് പറഞ്ഞേ. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. എല്ലാവരും റിപ്ലൈ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫാക്ടേഴ്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. സോറി, കണ്ടുപിടിക്കാനല്ല, ഇവിടെ ഫാക്ടേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഫാക്ടർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ്. കാരണം നമുക്കിപ്പോൾ ഇവിടെ 72 എന്ന് പറയുന്ന ഒരു നമ്പർ, ഇതിനെ നമുക്ക് എത്രത്തോളം ചെറുതാക്കാവോ അതിനെ ചെറുതാക്കി എന്താണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് 2, 3, 5, 7 ഇതിന്റെ പവേഴ്സിലേക്കാണ് കൊണ്ടെത്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് 72നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 × 36 എന്ന് നമുക്ക് എഴുതാം, ആണല്ലോ അല്ലെ. ഇനി ഈ 36നെ എനിക്ക് വേണമെങ്കിൽ 6 × 6 എന്ന് എഴുതാം. പല രീതിയിൽ എഴുതാം കേട്ടോ. 36നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാത്രമല്ല, 2 × എന്ത് ചെയ്യാം, 9 × 4 എന്നും വേണമെങ്കിൽ എഴുതാം അല്ലെ. അപ്പൊ നോക്ക്, 2 × ഇവിടെ എന്ത് വരും, 3 × 3, 9നെ 3 × 3 എന്നും 4നെ 2 × 2 എന്നും എഴുതാം. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്ത് വന്നു, 2�3× 3⁵2 എന്ന് വന്നു. അത് തന്നെയല്ലേ ഇത് ചെയ്തപ്പോഴും കിട്ടിയത്, കണ്ടോ. അപ്പൊ ഏത് രീതി ചെയ്താലും നമുക്ക് ഒരേ ആൻസറിൽ തന്നെയാണ് എത്തുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഫാക്ടർ ചെയ്യുമ്പോൾ ഇന്ന നമ്പർ തന്നെ എടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ 72 കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് 8 × 9 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഡയറക്റ്റ് കിട്ടി. എന്ത് ചെയ്തു, 8 എന്ന് പറഞ്ഞാൽ 2³ ആണ്, ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 3² അതേ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടി. മനസ്സിലായോ? അപ്പൊ ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഫാക്ടേഴ്സ് കിട്ടിയതല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള നമ്പേഴ്സ് നമുക്ക് കിട്ടി. അതായത് 2³ × 3² എന്നുള്ളത് കിട്ടി. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ വരുന്നത് അറിയാവോ? അതായത് 2, 3, 5, 7 അതിന്റെ പവേഴ്സ് ആണ് പോകുന്നതെന്ന് പറഞ്ഞു. സോ നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് വരും,
2p ഇൻറ്റു 3q ഇൻറ്റു 5r എന്നുള്ള രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ സോ ടോട്ടൽ നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് വരും p പ്ലസ് 1 ഇൻറ്റു q പ്ലസ് 1 ഇൻറ്റു r പ്ലസ് 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും വരുന്നത്? ഇതല്ലേ p അല്ലേ? p എന്ന് പറയുന്നത് 3, q എന്ന് പറയുന്നത് r. അങ്ങനെയെങ്കിൽ p പ്ലസ് 1 3 പ്ലസ് 1 അല്ലേ, ആൻഡ് q പ്ലസ് 1 2 പ്ലസ് 1. സോ 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3. സോ 4 ഇൻറ്റു 3 12 ഫാക്ടേഴ്സ്. സോ 12 ഫാക്ടേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ. പറഞ്ഞ മനസ്സിലായോ? ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ നമ്പർ തന്നിട്ട് ഇതിന്റെ ഈവൻ നമ്പർ ചോദിക്കും, ഈവൻ ഫാക്ടേഴ്സ് ചോദിക്കും. മനസ്സിലായോ? ഈവൻ ഫാക്ടേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് p ഇൻറ്റു q പ്ലസ് 1 ഇൻറ്റു r പ്ലസ് 1 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്? p എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എന്ത് വരും? q പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? q പ്ലസ് 1 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 2 പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? 3 ഇൻറ്റു 3 എന്ത് വരും? 9 എന്ന് വരും. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ ആണോ വന്നിരിക്കുന്നത്? ഇനി നമ്മളോട് ചോദിക്കുന്നത് ഓഡ് ഫാക്ടേഴ്സ്. ഇത് ഈവൻ ആണേ, ഇത് ടോട്ടൽ നമ്പർ ആണേ, ടോട്ടൽ ഫാക്ടേഴ്സ്. ഇനി നമ്മളോട് ഓഡ് ഫാക്ടേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, ടോട്ടൽ ഫാക്ടേഴ്സ് മൈനസ് ഈവൻ ഫാക്ടേഴ്സ് അല്ലേ? പക്ഷെ ഇത് രണ്ടും ചോദിക്കാതെ നമ്മളോട് ഡയറക്റ്റ് ഓഡ് ചോദിക്കുവാണെങ്കിൽ ഇത് രണ്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഡയറക്റ്റ് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ വരുന്നത്? q പ്ലസ് 1 ഇൻറ്റു r പ്ലസ് 1. അപ്പൊ ഇവിടെ q പ്ലസ് 1ന്റെ ആവശ്യമുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 പ്ലസ് 1 എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഫാക്ടേഴ്സ് കാണാൻ നിങ്ങൾ പഠിച്ചു, ഈവൻ ഫാക്ടേഴ്സ് കാണാൻ പഠിച്ചു, ഓഡ് ഫാക്ടേഴ്സ് കാണാനും പഠിച്ചു അല്ലേ? ഇനി ഓഡ് തരാതെ ഇത് രണ്ട് കണ്ടുപിടിച്ചിട്ട് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യും? 12 മൈനസ് 9 ചെയ്താൽ നമുക്ക് കിട്ടും അല്ലേ? 3. അത് തന്നെയാണ് ഡയറക്റ്റ് ചെയ്തപ്പോഴും കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ? ഈ ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണെന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് പറയണേ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമുക്ക് അത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കോ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിവിസേഴ്സ് ഓഫ് n ഈക്വൽ ടു 420 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 420യുടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണാനാണ്, ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമുക്ക് ഇങ്ങനെയും ചോദിക്കും. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിവിസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അല്ലേ? അതെന്ന് പറഞ്ഞാൽ അതിന്റെ ഫാക്ടേഴ്സ് അല്ലേ? അപ്പൊ വേഗം കണ്ടുപിടിച്ചോ. 420യുടെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് വേഗം ആൻസർ പറഞ്ഞേ. ഓക്കെ, നമുക്ക് നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിവിസേഴ്സ് ഓഫ് n ഈക്വൽ ടു 420 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ n ഈക്വൽ ടു 420 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 420നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 7 അല്ലെങ്കിൽ 42 ഇൻറ്റു 10 എന്ന് എഴുതാം ആദ്യം അല്ലേ? ചെറുതാക്കി കൊണ്ടുവരാം. 42 ഇൻറ്റു 10. സോ 42നെ നമുക്ക് 6 ഇൻറ്റു 7 എന്ന് എഴുതാമല്ലോ. 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 5 എന്ന് എഴുതാം. സോ 6നെ ഇനിയും ചേഞ്ച് ചെയ്യാം. 3 ഇൻറ്റു 2 ഇൻറ്റു 7 ഇൻറ്റു 2 ഇൻറ്റു 5 എന്ന് എഴുതാം. കറക്റ്റ് ഓർഡറിൽ എഴുതുവാണെങ്കിൽ 2 2 ഉണ്ടല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? 2 സ്ക്വയർ എന്ന് എഴുതാം. ആൻഡ് 3 ഇൻറ്റു 5 ഇൻറ്റു 7 എന്ന് വരും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? പവർ ഇവിടെ എല്ലാവർക്കും എന്താ? 1 ആണ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കിക്കേ, ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1 ഇൻറ്റു 3യുടെ 1 പ്ലസ് 1 ഇനി 5ന്റെ 1 പ്ലസ് 1 ഇൻറ്റു 7ന്റെ 1 പ്ലസ് 1 അല്ലേ? അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ,
3 into 2 into 2 into 2. So 3 into 2 6, 6 into 2 12, 12 into 2 24. So 24 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഡിവിസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന അല്ലെ, ഇവിടെ എഴുതുന്ന അല്ലെങ്കിൽ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഫാക്ടേഴ്സ്, സോറി ഡിവിസേഴ്സ് അല്ലെ. ഡിവിസർ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്ന ഏത് നമ്പർ ആണോ അതിനെ ആണ് നമ്മൾ ഡിവൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഓക്കെ റിമൈൻഡർ 0 ആയിട്ട്, അതായത് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തായിരിക്കും, അതിന്റെ ഫാക്ടർ ആണെങ്കിൽ അല്ലേ നമുക്ക് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. മനസ്സിലായോ പറഞ്ഞു? ആ നമ്പർ അതിന്റെ ഫാക്ടർ ആണെങ്കിൽ അല്ലേ നമുക്ക് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റൂ. മനസ്സിലായോ? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിസേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 24 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാലോ. അപ്പൊ വേഗം ചെയ്ത അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചെയ്തോ. ഓക്കെ, എന്താ വരുന്നേ? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാവോ? അതായത് by multiplying with which of the following numbers does the product 8 into 9 into 10 into 11 into 12 become a perfect square എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 8 into 9 into 10 into 11 into 12. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന നമ്പറിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഈ നമ്പർ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 8നെ ഞാൻ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ, 9 ആണെങ്കിൽ എന്ത് വരും? 9 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 ആണ്. ഓക്കെ, 10 എന്ന് പറഞ്ഞാലോ 2 ഇൻറ്റു 5 ആണ്. ഓക്കെ, 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ഫാക്ടേഴ്സ് ഒന്നും വേറെ ഇല്ല അല്ലേ, 11 തന്നെയാണ്. 12 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 3, അതായത് 4 ഇൻറ്റു 3 ആണ് 12. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേണ്ട പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇതേ ഒരു 4 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയറാ. 3 ഇൻറ്റു 3 അല്ലേ, 3 ഇൻറ്റു 3 എന്ന് ഇതെല്ലാം മൾട്ടിപ്ലൈ ആണേ. സോ 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാലും ഒരു പെർഫെക്റ്റ് സ്ക്വയറാ. ഇനി ഈ രണ്ട് 2നെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ അതും എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഇനി കിടക്കുന്ന ആളുടെ നോക്ക് 2 ഇൻറ്റു 2 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി നമുക്ക് ഇവരെ പെർഫെക്റ്റ് സ്ക്വയർ വരണമെങ്കിൽ ഇവിടെ ഒരു 5 വേണം അല്ലേ, 5ഉം വേണം, ഒരു 11ഉം വേണം, ഒരു 3യും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സോറി 3 അല്ലേ, എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. സോ എന്ത് ചെയ്യുക, ഇത് മൂന്നും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പൊ ഇതിലേക്ക് എന്ത് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാ പറഞ്ഞേ? 5 ഇൻറ്റു 11 ഇൻറ്റു 3, അതായത് 55 ഇൻറ്റു 3 എന്ത് വരും? 165 മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് പെർഫെക്റ്റ് സ്ക്വയർ. അതുകൊണ്ടാണ് ഇവിടെ രണ്ടുപേരെ തമ്മിൽ പെയറാക്കി എടുത്തിട്ടുള്ളത്. മനസ്സിലായോ പറഞ്ഞിരിക്കുന്നേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ ആണോന്ന് പറയണേ.
ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാലോ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ, അപ്പൊ എന്താ വരുന്നേ? ഇവിടെ നോക്കിക്കേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1980 ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? n എന്ന് പറഞ്ഞാൽ 198 ഇൻറ്റു 10 എന്ന് എഴുതാം അല്ലേ? 198 ആണ്. സോ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 198നെ നമുക്ക് ഡയറക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയാമോ? 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. കാരണം 11ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് എക്സ്ട്രാ പറയുന്നതേ ഉള്ളൂ കേട്ടോ. 11 വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇപ്പൊ 18 ഇൻറ്റു 11 തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഏതാണോ ഈ ഒരു ലെഫ്റ്റ് എൻഡിൽ ഇരിക്കുന്ന ആ നമ്പറിന് അതേപോലെ എഴുതുക 8. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? 8ന് തൊട്ടടുത്ത നമ്പറുമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ 9. പിന്നെന്താ? ലെഫ്റ്റ് എൻഡിൽ ഇരിക്കുന്ന നമ്പർ 1. സോ 198 എന്ന് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി ഏതൊരു നമ്പർ തന്നാലും ഇപ്പൊ 392 ഇൻറ്റു 11 ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? കറക്റ്റ്, ലെഫ്റ്റ് എൻഡിൽ ഇരിക്കുന്ന എന്താ? 9. ഇനി 9 പ്ലസ് 2 എന്ത് വരും? 11. ആ 1 ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യണം. മനസ്സിലായോ? എന്നിട്ട് എന്ത് വരും? 9 പ്ലസ് 3 12. 12ന്റെ കൂടി 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. ആൻഡ് എന്താണ്? മീൻസ് 9 പ്ലസ് 3 ചെയ്തപ്പം 12 പ്ലസ് 1 13. അപ്പോൾ 1 എന്ത് ചെയ്യുക? ഈ റൈറ്റ് എൻഡിൽ ആഡ് ചെയ്യുക. സോ 4. അപ്പോൾ 4312 എന്ന് ഡയറക്റ്റ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ 11ന്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്താണ് 11ന്റെ മൾട്ടിപ്പിളിൽ വരുന്നതാണ്. സോ 18 ഇൻറ്റു 11 ആണ്. ഓക്കെ, ഇൻറ്റു 10. ഓക്കെ, ഈ 18നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 3, സോറി 9 ഇൻറ്റു 2. സോ 9നെ എന്ത് ചെയ്യാം? 3 ഇൻറ്റു 3 എന്ന് എഴുതാം, ഇൻറ്റു 2 എന്ന് എഴുതാം. 11നെ 11 ആയിട്ട് തന്നെ ആൻഡ് ഇൻറ്റു 2 ഇൻറ്റു 5 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 11. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് വരും? 2 പ്ലസ് 1, അതായത് പവർ പ്ലസ് 1, 2 പ്ലസ് 1, 3യുടെ പവർ പ്ലസ് 1, പിന്നെ എന്ത് വരും? 5ന്റെ 1 ആണ് അല്ലേ? 1 പ്ലസ് 1 ഇൻറ്റു എന്ത് വരും? 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ, 9 ഇൻറ്റു 2 18, 18 ഇൻറ്റു 2 36 എന്ന് കിട്ടും. സോ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്താ വരിക? 36 എന്ന് വരും. ക്ലിയർ ആണോ ഈ ചെയ്തിരിക്കുന്നത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതോ? അതായത് നമ്മളിപ്പം ഒരു 32 ഇൻറ്റു 11 ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ഫസ്റ്റ് 32ന്റെ വൺസിൽ കിടക്കുന്ന നമ്പർ എടുത്ത് എഴുതുക, 2. ഓക്കെ, ഇനി ഈ 2ഉം അതിന് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 5. ആൻഡ് വീണ്ടും എന്താണ്? ഏറ്റവും റൈറ്റ് എൻഡിൽ വരിക അല്ലേ? എന്താ വരുന്നത്? 3. സോ അത് തന്നെ എടുത്ത് എഴുതുക, 352 എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി വലിയൊരു നമ്പർ 232 ഇൻറ്റു 11 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 2 ആണ് എൻഡിൽ കിടക്കുന്നത് വൺസിൽ, 2 തന്നെ എടുത്ത് എഴുതുക. ആൻഡ് 2 പ്ലസ് 3 എന്ത് വരും? 5. 3 പ്ലസ് 2 എന്ത് വരും? 5. ആൻഡ് എൻഡിൽ കിടക്കുന്ന ഏതാ? 2.
ഇനി എന്താ വലിയ നമ്പർ 11, 12 അങ്ങനെയാ വരുന്നതെങ്കിൽ ആ 1 എടുത്ത് എന്ത് ചെയ്യുക, അടുത്തതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോയാൽ മതി. മനസ്സിലായോ? ഈ രീതിയിൽ ചെയ്താൽ മതി. ഇനി 398 ഇൻറ്റു 11 ഇങ്ങനെയാണ് ചോദ്യമെങ്കിലോ, 8 ആണ് കിടക്കുന്നത്. സോ 8നെ 8 എന്ന് തന്നെ അങ്ങ് എഴുതുക. ഇനി 8 + 9 ചെയ്താൽ 17 കിട്ടും അല്ലേ? 17ന്റെ 7 ഇവിടെ ഇടുക. അടുത്ത് 1 ഉണ്ടല്ലോ, 1 നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക. സോ 9 + 3 12, 12ന്റെ കൂടെ 13 3. ഇനി ഈ അടുത്ത 13ന്റെ 1 ഉണ്ടല്ലോ, ആ 1 എടുത്ത് എന്ത് ചെയ്യുക, 3യുടെ കൂടെ ആഡ് ചെയ്യുക. സോ 4378 എന്ന് കിട്ടും. കണ്ടോ? ഈ രീതിയിൽ 11 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അല്ലാതെ നിങ്ങൾ സാധാരണ രീതി മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യണ്ട. ഓക്കെ ആണോ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. നെക്സ്റ്റ് ഇതേ ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാ ചോദ്യം. സെയിം നമ്പർ ഈവൻ ഫാക്ടേഴ്സ് വേഗം കണ്ടുപിടിച്ചോ. സെയിം നമ്പർ ആയിരുന്നു, ക്യാൻസൽ ചെയ്യണ്ടായിരുന്നു അല്ലേ? ചെയ്തോ. ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചേ വേഗം. നമുക്ക് കിട്ടിയത് 2² ഇൻറ്റു 3² ഇൻറ്റു 5 ഇൻറ്റു 11 ആയിരുന്നു അല്ലേ? സോ കണ്ടുപിടിച്ചേ വേഗം. ഓക്കെ, കിട്ടിയല്ലേ? അപ്പോൾ ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇവിടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈവൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ p ഇൻറ്റു q + 1 ഇൻറ്റു r + 1. ഈ 2ന്റെ സ്ക്വയർ ഉണ്ടല്ലോ, 2 അങ്ങനെ തന്നെ എഴുതാം. പിന്നെന്താ ചെയ്യണ്ടേ? 3ന്റെ നമുക്ക് പവർ എങ്ങനെ എഴുതാം? 2 + 1 1 + 1 1 + 1. സോ ഇവിടെ നമ്മൾ 1 + 1 2 + 1 എടുക്കാൻ പാടില്ല കേട്ടോ. പീനെ p ആയിട്ട് തന്നെ ഇടുക. സോ 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2. സോ 2³ എന്ന് പറഞ്ഞാൽ 8 8 ഇൻറ്റു 3 എന്ത് വരും? 24 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഓഡ് ഫാക്ടർ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അടുത്ത് നോക്കിക്കേ, അടുത്ത ഓഡ് ഫാക്ടർ വേഗം പറഞ്ഞേ. ഓഡ് ഫാക്ടർ ടോട്ടൽ നമ്പർ എന്തായാലും 36 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ കണ്ടുപിടിക്കുക, അല്ലാതെ ഇക്വേഷൻ വെച്ചും കണ്ടുപിടിക്കാം. ഓക്കെ, എന്താ വരുന്നേ? ഓക്കെ, 36 - 24 ചെയ്താൽ എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓഡ് ഫാക്ടേഴ്സ് കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേഗം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തെങ്കിൽ. ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പെർഫെക്റ്റ് സ്ക്വയർ ഫാക്ടേഴ്സ് ആണ്. ചെയ്തോ. എന്താ വരുന്നതെന്ന് പറഞ്ഞേ വേഗം. എന്താ വരുന്നേ? ഓക്കെ, നമുക്ക് നോക്കാമല്ലോ അല്ലേ? 30 ആണോ 3 ആണോ എന്താ വരുന്നത്? വേഗം പറഞ്ഞേ. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? n = 21,600 ആണ് തന്നിട്ടുള്ളത്. ആണല്ലോ. ഇത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? അതായത് 216 എന്ന് പറഞ്ഞാൽ 6ന്റെ ക്യൂബാ. 6 ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 10 ഇൻറ്റു 10 എന്ന് പറയാം അല്ലേ? ഇനി ഓരോ 6നെയും നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 എന്ന് എഴുതാം അല്ലേ? 2 ഇൻറ്റു 3 എഴുതുമ്പോൾ ഇനി അടുത്ത 10നെ 2 ഇൻറ്റു 5. ഒരു
10 കൂടെ ഉണ്ട്. സോ 2 into 5. എത്ര 2 ഉണ്ട്? 1, 2, 3, 4, 5. സോ 2 raised to 5 എന്ന് വരും. ആൻഡ് 3 1, 2, 3. 3 ക്യൂബ് എന്ന് വരും. ആൻഡ് 5 5 സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ആണല്ലോ അല്ലേ? ഇനി ടോട്ടൽ നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? എന്താ കിട്ടുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ 2 raised to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്തൊക്കെ വരും? എങ്ങനെയാ കിട്ടുന്നേ? എക്സ്പൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 0, 2, 4 ആണ് നമുക്ക് പവർ ആയിട്ട് വരുന്നത് അല്ലേ? അതായത് 2 raised to 5 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരാൻ പറ്റുന്ന പവേഴ്സ് എക്സ്പൊണൻസ് എന്താണ്? 0യും പിന്നെ എത്ര? 2ഉം 4ഉം ആണ് അല്ലേ? അങ്ങനെയല്ലേ കിട്ടുന്ന എക്സ്പൊണൻസ്? 2, 0, 2, 4 ആണ് വരുന്നത്. ഇനി എന്താണ്? 3 raised to 3 നോക്കിക്കഴിഞ്ഞാൽ അവിടെ എക്സ്പൊണൻസ് എന്താ കിട്ടുന്നത്? 0യും 2ഉം ആണ് അതിന്റെ എക്സ്പൊണൻസ്. 2 ചോയ്സസ് ആണ് അവിടെ വരുന്നത് അല്ലേ? ഇവിടെ 3 ചോയ്സും ഇവിടെ 2 ചോയ്സും. ഇനി നോക്കിക്കഴിഞ്ഞാൽ 5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്രയാ? 0യും 2ഉം. അവിടെ എന്താണ്? നമുക്ക് 2 ആണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ആണല്ലോ? അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 3 into 2 into 2 ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് വരും ആൻസർ. മനസ്സിലായോ പറഞ്ഞിരിക്കുന്നേ? 12 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. കാരണം നിങ്ങൾ എല്ലാവരും തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. പറഞ്ഞേ. അതായത് എക്സ്പൊണന്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് 2 raised to 5 എന്നല്ലേ പറഞ്ഞിട്ടുള്ളേ? എക്സ്പൊണന്റ് എടുക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് പവേഴ്സ് എന്തൊക്കെ വരാം? എക്സ്പൊണന്റ് എന്ന് പറഞ്ഞാൽ ഓർ പവർ എന്നുള്ള മീനിങ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ഏറ്റവും ചെറിയ നമ്പർ നമ്മുടെ ബേസ് തൊട്ട് മീൻസ് ബേസ് നമ്മൾ ആ ബേസിന് മുകളിലായിട്ട് ഓക്കെ എഴുതുന്ന ഈ പവർ ഇല്ലേ 5 ഇല്ലേ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഒന്നെങ്കിൽ 2 raised to 0, 2 സ്ക്വയർ, പിന്നെന്താ 2 raised to 4. പിന്നെ വരുന്നത് നമുക്ക് ഈ 5 നമുക്ക് എടുക്കാൻ പറ്റുമോ? കാരണം 5 ഇവിടെ ഈ ഓഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം മനസ്സിലാക്കി തരാം. 2 raised to 5 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? 2 into 2 into 2 into 2 into 2 ഇങ്ങനെയല്ലേ വരുന്നത്? മനസ്സിലായോ പറഞ്ഞേ? ഇങ്ങനെയല്ലേ വരുന്നത്? ഈ രീതിയിലല്ലേ വരുന്നേ? അപ്പൊ ഇതിനെ നമുക്ക് 2 raised to 0 എന്ന് ചോദിച്ചാലും നമുക്ക് കിട്ടുന്നത് 2 തന്നെയാണ്. ഓക്കെ 0 നമുക്ക് എല്ലായിടത്തും എഴുതാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുവാണെങ്കിൽ എന്താണ്? 2 സ്ക്വയർ വരും, 2 raised to 4 എന്നുള്ള രീതി വരും. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ നമുക്ക് 3 നമ്പേഴ്സ് നമുക്ക് അവിടെ മീൻസ് 3 ചോയ്സ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ ഇനി അടുത്ത കേസിൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവർ 0 എടുക്കാം, പിന്നെന്താ 3 സ്ക്വയർ എന്നും എടുക്കാം. ഓക്കെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് അവിടെ 2 ചോയ്സ് ആണ് അവിടെ കിട്ടുന്നത്. ഓക്കെ ഇനി 5 സ്ക്വയർ ആണെങ്കിലോ അവിടെ നമുക്ക് പവർ എന്ത് ചെയ്യാം? 5 raised to 0 എന്നും എടുക്കാം, 5 സ്ക്വയർ എന്നും എടുക്കാം. മനസ്സിലായോ? അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ആ ഒരു എന്താണ് ഈവൻ നമ്പറിന്റെ പവർ വേണം നമ്മൾ എടുക്കാൻ. സോ അങ്ങനെ ചെയ്യുമ്പോൾ ആ പവേഴ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായോ പറഞ്ഞേ? അതായത് നമ്മുടെ ഈവൻ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പവർ എപ്പോഴും ആ ഒരു ഫാക്ടറൈസേഷനിൽ ഈവൻ ആയിരിക്കണം. അതായത് 0, 2, 4, 6 ആ നമ്പേഴ്സ് ആയിരിക്കണം നമുക്ക് അവിടെ എക്സ്പെൻഡ് ആയിട്ട് വരേണ്ടത്. ഓക്കെ അങ്ങനെയാണെങ്കിലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അതായത് ഡെസിമൽ ഒന്നും ഇല്ലാതെ കറക്റ്റ് ഒരു പെർഫെക്റ്റ് സ്ക്വയറിൽ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. അതായത് പവറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2 raised to 0 എന്ന് പറയുന്ന 1 അങ്ങനെ ആ രീതിയിൽ എടുക്കാനല്ല, പവറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. 0 നമുക്ക് എല്ലായിടത്തും എടുക്കാം. ഓക്കെ മനസ്സിലായോ പറഞ്ഞേ? മനസ്സിലായോ പറഞ്ഞേ? 2 raised to 0 എന്ന് പറയുന്നത് അതെ അതായത് 2 raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഇപ്പൊ 0 എന്ന് പറയുന്നത് ഒരു ഈവൻ ആണ്, അത് ഓടല്ല. മനസ്സിലായോ? അതെന്ന് പറഞ്ഞാൽ 2, 4, 6 എന്ന് പറയുന്നത് നമ്മൾ ഈവൻ നമ്പർ ആയിട്ട് എടുക്കും. 1, 3, 5 എക്സെട്ര ആണ് നമ്മൾ ഓഡ് നമ്പേഴ്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പൊ 2⁵ എന്നുള്ള കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ വാലിഡ് ആയിട്ടുള്ള എക്സ്പോണന്റ് ആണ് ഈ പറയുന്ന 0, 2, 4. കാരണം ഇതെല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. മനസ്സിലായോ? ഓക്കെ. ഇപ്പൊ 1 നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ ഡിഫറൻസ് ഒന്ന് നിങ്ങൾ നോക്കിക്കേ. 0യുടെ ഇപ്പൊ ഞാൻ 0, 1 എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡിഫറൻസ് 1 ആണ് വരുന്നത്. പോട്ടെ, നമുക്ക് 1 ആണ് കിട്ടുന്നത്. എന്നാൽ 0, 2, 4, 6, 8 ഇതിന്റെ എല്ലാം ഡിഫറൻസ് എന്താണ്? 2 തന്നെയാണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്കിത് ഈവൻ ആയിട്ട് തന്നെ എടുത്താൽ മതി. പവർ നമുക്ക് 0 എപ്പോൾ വേണേലും എടുക്കാം കേട്ടോ. പവർ റേസ് ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീൻസ് പവർ റേസ് ടു അല്ല, ഏത് നമ്പർ റേസ് ടു നമുക്ക് 0 നമുക്ക് അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അത് നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട കേട്ടോ. അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി പവർ. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ എടുത്താൽ മതി. 0 എക്സ്പോണന്റ് ഒരു ഈവൻ ആണ്. ഓക്കെ. അത് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഡൗട്ട് ഉണ്ടോ? ഇനിയും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? പവർ 6 വന്നാൽ 6 വരെ എഴുതിയാൽ മതി. ഒന്നും മനസ്സിലായില്ല. ഈവൻ നമ്പർ അല്ലടാ. ഈവൻ നമ്പർ ഇപ്പൊ നമുക്ക് എത്ര ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ തന്നതിനനുസരിച്ചല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ഈവൻ നമ്പേഴ്സ് വരെ വേണം എടുക്കാൻ കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പോ? സോറി, എന്തായിരുന്നു ലാസ്റ്റ് സ്റ്റെപ്പ്? നോക്കട്ടെ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞേ? ആ നമ്പർ ഒന്ന് പറയാവോ? 21600 അല്ലായിരുന്നു നമ്മൾ എഴുതിയേ? 2⁵ പിന്നെന്തായിരുന്നു? 3 സ്ക്വയർ ആയിരുന്നു അല്ലേ? ഇൻറ്റു 5 സ്ക്വയർ. ഇങ്ങനെയല്ലേ വന്നേ? ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ആ ചോയ്സസ് ഇല്ലേ, അതായത് 2⁵ എന്ന് പറയുമ്പോൾ എത്ര ചോയ്സ് ഉണ്ടായിരുന്നു? 3 സ്ക്വയർ വന്നാലും 3 ക്യൂബ് ആയിരുന്നു അല്ലേ? 3 ക്യൂബ് വരുമ്പം അവിടെ 3⁵0, 3⁵2 വരെ വരും. അപ്പോൾ 2 ചോയ്സ്. മനസ്സിലായോ? ഈ ചോയ്സ് തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. ഇവിടെയും 2 ചോയ്സ്, 5⁵0 ആൻഡ് 5⁵2. സോ എന്ത് ചെയ്യുക? ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 × 2 എന്ത് വരും? 12 എന്ന് വരും. അതായിരുന്നു നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ. മനസ്സിലായോ? ഒന്നുമില്ല, കിട്ടുന്ന അത്രയും ചോയ്സുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. എത്ര ഉണ്ടോ അത്രയും വെച്ചിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ. ഓരോ നമ്പേഴ്സിനും കിട്ടുന്ന ചോയ്സ് അനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ ഇനി ക്യൂബിന്റെ കേസ് ആണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ എടുത്താൽ മതി. മനസ്സിലായോ? ക്യൂബിന്റെ കേസ് വരുമ്പോഴും അതായത് ഒന്നുകൂടി ഞാൻ പറയാം. അതായത് നമ്മുടെ n എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന പവർ എന്താണെന്നറിയാമോ? 2⁵5 ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ. ഓക്കെ. ഇവിടെ ഒന്നും ആലോചിക്കണ്ട. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന 2നുള്ള പവേഴ്സ് എന്ന് പറയുന്നത് 2⁵0 എടുക്കാം, 2⁵2 എടുക്കാം, 2⁴. കാരണം അടുത്ത് ഇനി 2⁵6 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? 2⁵6 എടുക്കും. പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ അവിടെ ഒരു 2ന്റെ കുറവുണ്ട് അല്ലേ? ഒറ്റയ്ക്കിരിക്കും ഒരു 2. ആളെ വേണ്ട, കാരണം നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ 3 ആൾക്കാരെ എടുക്കാം. 1, 2, 3. അപ്പൊ 2ന് വന്നിട്ടുള്ളത് എത്ര കേസ് ആണ്? 3 കേസ് വന്നിട്ടുണ്ട് അല്ലേ? 3 ചോയ്സ് വന്നിട്ടുണ്ട്. ഇനി 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3⁵0 വരും. അതായത് പെർഫെക്റ്റ് സ്ക്വയറിന്റെ കേസ് ആണേ. 3⁵2 വരും. ഇനി അടുത്ത 3⁴ വരാൻ ഒരു 4 ഉണ്ടോ ഇവിടെ? ഇല്ല. 3 ഇനി ഒറ്റയ്ക്കാ, ഒരാളെ കൂടെ ഉള്ളൂ. അപ്പൊ ഇവിടെ എത്ര ചോയ്സ് ഉണ്ട്? 1, 2. അപ്പൊ 2. ഇനി 5 സ്ക്വയർ എടുക്കുവാണെങ്കിലോ? 5നെ നമുക്ക് എങ്ങനെ എടുക്കാം? 5⁵0, 5 സ്ക്വയർ. ഈ 5⁴ പറയാനുണ്ടോ? ഇല്ല. ഇനി ആരും ഇല്ല അവിടെ. അപ്പൊ എന്ത് ചെയ്യാം? അവിടെ നമുക്ക് 2 എടുക്കാം. മനസ്സിലായോ? അപ്പൊ 1, 2, 3. ആ 3 ആണ് ഈ എഴുതിയിരിക്കുന്നത്. 3 ചോയ്സ്, 2 ചോയ്സ്, 2. ഇനി ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി ക്യൂബും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ. അവിടെ നമ്മൾ 3 പേരെ എടുക്കും. അവിടെയും e⁻0 നമ്മൾ അപ്ലൈ ചെയ്യും. ഇത് ക്ലിയർ ആണോ? ചോദിച്ചാക്ക് ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ക്ലിയർ ആണെന്ന് പറയണേ. ഞാൻ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നൂടി പറഞ്ഞത്. മുഹമ്മദ് ഹനീഫ പറഞ്ഞോ, ക്ലിയർ ആണോ? ഓക്കെ ആണോ എന്ന് പറയണേ.
ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഓക്കെ ആണോ? ഫൈവ് സ്ക്വയർ 1 അല്ലേ വരിക? 5 സ്ക്വയർ 1 ആണോ വരുന്നേ? 5 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണോ നമുക്ക് കിട്ടുന്നേ? മീൻസ് പവർ നമുക്ക് 0 എടുക്കാം. കാരണം അവിടെ എന്താണ് ആൻസർ കിട്ടുക അതല്ല നോക്കണ്ടേ, പവർ നോക്കുക കേട്ടോ. പവർ 0 എടുക്കാം നമുക്കിവിടെ. റേസ്റ്റ് നമുക്ക് 0 എന്ന് പറയുന്നത് അത് ഈവൻ നമ്പർ ആണ് 0 എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ. പെർഫെക്റ്റ് സ്ക്വയർ ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ക്യൂബ് ഫാക്ടേഴ്സ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത്? ഇപ്പൊ ചെയ്ത സെയിം മെത്തേഡ്. സ്ക്വയറിന് പകരം ഇവിടെ ക്യൂബ് വരും അല്ലേ? അപ്പൊ 21600 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഫാക്ടേഴ്സ് തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, 4 ഫാക്ടേഴ്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? സെയിം. എന്താ? 2⁵ ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുമ്പം 2നെ നമുക്ക് എങ്ങനെ എടുക്കാം? 2⁻0 എന്ന് എടുക്കാം. പിന്നെ നമുക്ക് എന്താ എടുക്കാൻ പറ്റുന്നത്? 2⁻0 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 ക്യൂബ് എന്ന് എടുക്കാം. ഓക്കെ, 2 ക്യൂബ് എന്ന് എടുക്കാലോ. എടുത്തൂടെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 0യും 3യും. അപ്പൊ രണ്ട് ചോയ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി 3യുടെ എടുക്കുകയാണെങ്കിലോ 3⁻0 3 ക്യൂബ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 2 ചോയ്സ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി 5 സ്ക്വയർ ആണ് പറഞ്ഞിട്ടുള്ളത്. 5⁻0 പിന്നെന്താ നമുക്ക് വരുന്നത്? 5⁻3 എന്ന് പറയാൻ ഇവിടെ ആളുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ഇവിടെ 0 ഒള്ളി മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചോയ്സേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കേസ് 1 ആണ്. അല്ല സോറി, ചോയ്സ് 1 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് അപ്പൊ എന്ത് ചെയ്യാം? 2 × 2 × 1 ആണല്ലോ അല്ലേ? 2 × 2 × 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആൻസർ 4 എന്ന് കിട്ടി. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. മനസ്സിലായോ പറഞ്ഞിരിക്കുന്നേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണോന്ന് പറയണേ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യൻ രണ്ടും ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. വേഗം കണ്ടുപിടിച്ചോ. സോറി, കണ്ടുപിടിക്കണ്ട, ഹോംവർക്ക് ആണ്. നോട്ട് ചെയ്തോ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 11 നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 11 നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 12 കൂടി നോട്ട് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്ലാസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തിട്ട് പറയണം കേട്ടോ. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണേ. നോട്ട് ചെയ്തോ? എല്ലാരും നോട്ട് ചെയ്തോ? പറഞ്ഞേ, നോട്ട് ചെയ്തോന്ന് പറയണേ. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, അടുത്ത നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് റാങ്കിങ് ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻസ് വരെ വെച്ച് നിർത്തിയതായിരുന്നു. സോ അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 വരെ അല്ലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്? അല്ലേ? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 5 വരെ നമ്മൾ ചെയ്തതല്ലേ? പറഞ്ഞേ.
ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 6 ഒന്ന് ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്തിട്ട് വേഗം പറഞ്ഞേ ആൻസർ എന്താ വരുന്നതെന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്യുക. ഓക്കെ, ചെയ്തോ. ഓക്കെ, എന്താ വരുന്നേ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ എ റോ ഓഫ് സ്റ്റുഡൻസ് മോഹൻ ഈസ് 13 ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്, സുമൻ ഈസ് 12th ഫ്രം ദ റൈറ്റ് ഹാൻഡ് ആൻഡ് 18 ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ടു മോഹൻസ് റൈറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു റോ അല്ലേ, റോ ആണ് പറഞ്ഞേക്കുന്നത്. സോ മോഹൻ ഈസ് 13th ഫ്രം ലെഫ്റ്റ്. മോഹൻ എന്ന് പറയുന്നത് എവിടെയാണ്? 13 ആണ് ഫ്രം ലെഫ്റ്റ്. സുമൻ ഈസ് 12th ഫ്രം ദ റൈറ്റ്. ഓക്കെ, സുമൻ എന്ന് പറയുന്നത് 12th ആണ് ആൻഡ് 18th ഫ്രം ദ ലെഫ്റ്റ്. ഓക്കെ, 18th എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും എത്രയാ? ഇവിടെ നിന്നും എത്രയാ? 15th മീൻസ് 13, 14, 15, 16, 17, 18 5 പ്ലേസ് ഇങ്ങോട്ടേക്ക് മാറി അല്ലേ. 18th ഫ്രം ദി ലെഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ സുമൻ 12th ആണ്. സോ സുമൻ 12th ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എന്താ പറയുന്നേ? 18th ആൻഡ് 18th ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ടു ദി മോഹൻസ് റൈറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. മോഹന്റെ റൈറ്റിൽ എത്ര പേരുണ്ട് പറഞ്ഞേ? 12, 13, 14, 15, 16. സോ ആൻസർ 16 ആണ് വരുന്നത്. മനസ്സിലായോ? ഏ, വളരെ എളുപ്പത്തിൽ ചെയ്തുകൂടെ? ഇനി ടോട്ടൽ നമ്പർ ചോദിക്കുകയാണെങ്കിൽ 18ഉം 12ഉം കൂടെ ആഡ് ചെയ്തിട്ട് 1 സബ്ട്രാക്ട് ചെയ്താൽ മതി. ചെയ്തിട്ട് കിട്ടിയോ? ഡൗട്ട് ഉള്ളവർ വേഗം ചോദിച്ചേ, വേഗം. ക്ലിയർ ആയോ ഈ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടി പറയാം. മോഹൻ എന്ന് പറയുന്നത് 13 ഫ്രം ദ ലെഫ്റ്റ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 13 ഫ്രം ദ ലെഫ്റ്റ് ആണ്. ആൻഡ് എന്താ? സുമൻ എന്ന് പറയുന്ന 12th ഫ്രം ദ റൈറ്റ് ആ. സുമൻ 12th ഫ്രം ദ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുമനെ പ്ലേസ് ചെയ്തു 12th. ഈ 12th ആവശ്യം ഇവിടെ ഇല്ല, അതിന് പകരം ഇവിടെ വേറെ ഒരാളെ തന്നിട്ടുണ്ട് കേട്ടോ. 18th ഫ്രം ദ ലെഫ്റ്റ്. ഓക്കെ, 18th ഫ്രം ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്ക്, 13 മോഹൻ ഇരിക്കുകയാണ്, 18th ആരായിരിക്കുന്നത്? സുമൻ. ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്നാണ്, സോറി എത്ര പേരുണ്ടെന്നല്ല, ഇവർക്കിടയിൽ നമുക്ക് എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇത് 13 ആണ് ലെഫ്റ്റിൽ നിന്നും, അപ്പൊ ലെഫ്റ്റിൽ നിന്നും സുമൻ എത്രയാ? 18 ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്കിടയിൽ അപ്പൊ 4 പേര് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമുക്കിവിടെ പറഞ്ഞേക്കുന്നത് കണ്ടോ, മോഹന്റെ റൈറ്റിൽ ഇനി എത്ര പേരുണ്ട്? കാരണം സുമൻ റൈറ്റിൽ നിന്നും 12ാമതായിരിക്കുന്നത്. 12ന്റെ കൂടെ ഒരു 4 പേരെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഹന്റെ റൈറ്റ് സൈഡിൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? മനസ്സിലായോ പറഞ്ഞേ? പല ക്വസ്റ്റ്യൻസ് വരാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ മോഹനെ 13th പ്ലേസ് ചെയ്തു. 12th സുമൻ ആണ്, റൈറ്റിൽ നിന്നാണ് സുമൻ ആൻഡ് ലെഫ്റ്റിൽ നിന്ന് 18. അങ്ങനെ നോക്കി കഴിയുമ്പം ലെഫ്റ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതായത് 4 പേരുണ്ട് ഇവർക്കിടയിൽ. ഓക്കെ, ആൻഡ് സുമൻ 12th ആണ്, റൈറ്റിൽ നിന്നും 12th ആണ് സുമൻ ഇരിക്കുന്നത്. ബാക്കി ഒരു 4 പേരും കൂടെ ഉണ്ട്, അവരെ കൂടെ ചേർത്താണ് മോഹന്റെ റൈറ്റിൽ ആൾക്കാർ വരുന്നത്. സോ ടോട്ടൽ 16 ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 ചെയ്തേ. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ആ, ചെയ്ത് നോക്കിയോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻ എ ക്ലാസ് ഓഫ് 40 സ്റ്റുഡൻസ് സച്ചിൻ ഈസ് 15 ഫ്രം ദ ടോപ്പ്. ഓക്കെ, സച്ചിൻ 15th ആണ്, ടോപ്പിൽ നിന്ന് 15 ആണ്. ആൻഡ് സിദ്ധാർത്ഥ് ഈസ് എന്താ പറഞ്ഞേക്കുന്നേ? ഒരു സെക്കൻഡ്. ഓക്കെ,
അപ്പൊ ഇവിടെ നോക്കിക്കേ 40 സ്റ്റുഡൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സച്ചിൻ എന്ന് പറയുന്നത് 15 ഫ്രം ദ ടോപ്പ് ആൻഡ് സിദ്ധാർത്ഥ് എന്ന് പറയുന്നത് 12th ഫ്രം ദ റൈറ്റ് ബോട്ടം ആണ്. ഓക്കെ, ഹൗ മെനി ബോയ്സ് ആർ ഇൻ ബിറ്റ്വീൻ സച്ചിൻ ആൻഡ് സിദ്ധാർത്ഥ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓവർലാപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം 15ഉം 12ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ 14നെക്കാട്ടിലും കുറവാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതലാണെങ്കിൽ മാത്രം ഓവർലാപ്പ് ചെയ്യുന്ന ഒരു കേസ് വരത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് 15 12 അല്ലേ എന്ന് പറഞ്ഞാൽ 27 അപ്പൊ എന്ത് ചെയ്യുക, 14 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ, അവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് അറിയാൻ. സോ ഇവർക്കിടയിൽ 13 ആൾക്കാരുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ 15 ഇനി ഡൗട്ട് വരാം, ഇനി 15നെ ഈ സച്ചിനെയും സിദ്ധാർത്ഥിനെയും കൂടെ നമ്മൾ ആഡ് ചെയ്തോ എന്നൊരു ഡൗട്ട് വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 15 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇത് ഒന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. കാരണം ലെഫ്റ്റിൽ നിന്നും 15, റൈറ്റിൽ നിന്നും 12, ഇനി ഇവരെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 15 നമുക്ക് ആൻസർ കിട്ടിയെന്ന് വെച്ചോ. ഇനി 15 + 15 30, 30 + 12 42 എന്ന് വരും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 40 പേരേ ഉള്ളൂ, 40 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. അപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ ഇവിടെ സച്ചിനെയും ആരെയാ സിദ്ധാർത്ഥിനെയും കൂടെ ആഡ് ചെയ്തത്, അതുകൊണ്ടാണ് ഇവിടെ 15 വന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക, ഇവർ 40 തന്നെ അല്ലേ എന്നൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നോക്ക് 15 13 12. ഓക്കെ, അപ്പം 13 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്തോ വേഗം. ആറ് മൈക്ക് ഓൺ ആണ്, ഓഫ് ആക്കി വെക്കണേ. മൈക്ക് ഓഫ് ആക്കി വെക്കണേ എല്ലാരും. അനുശ്രീ, അനുശ്രീ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇൻ എ ക്ലാസ് ഓഫ് 80 സ്റ്റുഡൻസ് മയങ്ക് ഈസ് 13 ഫ്രം ദ റൈറ്റ്. ഓക്കെ, 13th ആണ് മയങ്ക് വരുന്നത്. ആൻഡ് ഋതു ഈസ് 18th ഫ്രം ദ ലെഫ്റ്റ്. ഓക്കെ, 18th ആണ്. ആൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ ബിറ്റ്വീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 18 + 13 എത്രയാ വരിക, എത്ര വരും 18 + 13? 31 എന്ന് വരും ആണല്ലോ. സോ 18 - 13 ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 67 എന്ന് കിട്ടും. ഓക്കെ, തെറ്റിയോ? ഇൻ ബിറ്റ്വീൻ മയങ്ക് ആൻഡ് ഋതു ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഓ സോറി, 18 + 13 ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, 18 + 13 32 അല്ലേ ചെയ്യണ്ടേ. ഓക്കെ, അപ്പൊ നോക്കിക്കേ എന്താ ചെയ്യുന്നേ, നമുക്ക് 32 എന്ന് വരും. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സബ്ട്രാക്ട് ചെയ്യുമ്പം 48 എന്ന് വരും. 32 40 31, സോറി 32 അല്ല 31. സോ 47 അല്ലേ, അല്ല 49. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടിയേ, അതായത് ഇത് തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, 80ൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, 80 - 13 + 18 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് വരും, 31 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, 49 എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ 49 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് പറയണേ. ഡൗട്ട് ഉള്ളവർ ഏത് ക്വസ്റ്റ്യൻ വേണേലും ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, ആർക്കെങ്കിലും ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 9 ഹോംവർക്ക് ക്വസ്റ്റ്യൻ. നോട്ട് ചെയ്തോ, നോട്ട് ചെയ്തോ വേഗം. ക്വസ്റ്റ്യൻ നമ്പർ 9 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എഴുതിയെടുക്കാം. നോട്ട് ചെയ്തിട്ട് പറയുക കേട്ടോ.
ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9 കണ്ടില്ല അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കിക്കോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10 ചെയ്തേ വേഗം. ഓക്കെ, നമുക്ക് നോക്കാം. A is 13 from the top, B is 18 from the bottom. When A, B change their positions. ഓക്കെ, എയും ബിയും പൊസിഷൻ ചേഞ്ച് ചെയ്തു. എ ബിക്കം 21st ഫ്രം ദ ടോപ്പ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത്, ഓക്കെ ടോപ്പ് വെച്ച് തന്നെ ഞാൻ വരച്ചു തരാം കേട്ടോ. അപ്പം നോക്കിക്കേ, ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? എ ഈസ് 13 ഫ്രം ദ ടോപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ എ എന്ന് പറയുന്നത് 13th ആണ് ഫ്രം ദ ടോപ്പ്. ഓക്കെ, ആൻഡ് 18 ഫ്രം ദ ബി എന്ന് പറയുന്നത് 18th ഫ്രം ദ ബോട്ടം. ഓക്കെ, ബി എന്ന് പറയുന്നത് 18th ആണ് ഫ്രം ദി ബോട്ടം. ആൻഡ് എന്താ ചെയ്തേക്കുന്നത്? ഇന്റർചേഞ്ച് ചെയ്തു, പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ ദെൻ എ ബിക്കം 21st ഫ്രം ദ ബോട്ടം. അതായത് എയും ബിയും ചേഞ്ച് ചെയ്തു പൊസിഷൻ. അങ്ങനെ നോക്കുമ്പോൾ ടോപ്പിൽ നിന്നും എവിടെയായിരിക്കുന്നത്? 21st ആണ് എ ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, പൊസിഷൻ ചേഞ്ച് ചെയ്തു. സോ വാട്ട് ഈസ് എ ന്യൂ പൊസിഷൻ ഓഫ് ബി ഫ്രം ദ ബോട്ടം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ബിയുടെ പൊസിഷൻ ഫ്രം ദ ബോട്ടം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂ പൊസിഷൻ ഫ്രം ദ ബോട്ടം ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാം അല്ലേ? സോ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താ നോക്ക്, രണ്ടും ഇവിടെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നുമുള്ള പൊസിഷൻ നമുക്ക് കിട്ടി അല്ലേ? അപ്പൊ 21st 18 കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്ത് വരും? -1 അല്ലേ? ടോട്ടൽ കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 39. സോ 39 - 1 38 എന്ന് കിട്ടും. ഇനി ബിയുടെ പൊസിഷൻ നമുക്ക് ഫ്രം എന്താ പറഞ്ഞേക്കുന്നത്? ബോട്ടത്തിൽ നിന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? സോ 38 ഈസ് ഈക്വൽ ടു എന്താ? 13 മൈനസ് എന്താ പറയുന്നത്? ആർ. 13 പ്ലസ് ആർ -1 എന്ന് വരും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താ കിട്ടുന്നത്? സോ 12. സോ ആർ ഈസ് ഈക്വൽ ടു 38 മൈനസ് 12. സോ നമുക്ക് എന്ത് കിട്ടും? 26 എന്ന് കിട്ടും. സോ ഇതാണ് ആൻസർ. 26 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് പറയണേ. 39 - 1 ചെയ്യണം കേട്ടോ. അതായത് ഇവിടെ ഇപ്പം ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്താണെന്നറിയാമോ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഒരാൾ തന്നെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും നമുക്ക് ഒരേ പ്ലേസിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഓക്കെ ഇവിടെ നോക്കിക്കേ, ഇപ്പം ഞാൻ വേറെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അതായത് ഒരാൾ, ഓക്കെ ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു എ എന്ന് പറയുന്ന ഒരാൾ, ഓക്കെ റൈറ്റിൽ നിന്നും എന്താണ് 13th പൊസിഷനിൽ ഇരിക്കുന്നു, ലെഫ്റ്റിൽ നിന്നും എത്രയാ 15th പൊസിഷനിൽ ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും ഒരാളുടെ പൊസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? റൈറ്റ് പ്ലസ് ലെഫ്റ്റ് അല്ലേ, -1 ഈ രീതിയിലല്ലേ കണ്ടുപിടിക്കാറ്? ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 15 + 13 - 1 എന്താ കിട്ടുന്നത്? ഒരു വാല്യൂ കിട്ടും അല്ലേ? അതായത് 28 27 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ എത്ര പേഴ്സൺ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്നത് എ എന്ന് പറയുന്നത് ടോപ്പിൽ നിന്നും 13, ബി എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്നും 18. ഇനി ഇവർ ഈ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്തു. അതായത് എ ഇരിക്കുന്നിടത്ത് ബിയും ബി ഇരിക്കുന്നിടത്ത് എയും വന്നു. അങ്ങനെയെങ്കിൽ
എന്താണ്, ബോട്ടത്തിൽ നിന്നും ബിയുടെ പ്ലേസ് 18 ആണ്, ടോപ്പിൽ നിന്നുമാണ് എ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ 21. അപ്പൊ ഈ രണ്ട് പ്ലേസും എയും ബിയും ആയിക്കോട്ടെ, അവര് ആ പൊസിഷൻ ചെയ്തപ്പം ടോപ്പിൽ നിന്നുള്ളതും ബോട്ടത്തിൽ നിന്നുള്ളതും കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടൽ ഇപ്പൊ കണ്ടുപിടിച്ചതുപോലെ ഒരാളെ തന്നെ അല്ലേ, ഒരേ സീറ്റ് അല്ലേ പറഞ്ഞേക്കുന്നത്, നമുക്ക് കണ്ടുപിടിച്ചൂടെ? അപ്പൊ എന്ത് വരും? 18 പ്ലസ് 21, അതായത് ലെഫ്റ്റ് ടോപ്പ് പ്ലസ് ബോട്ടം -1. അപ്പൊ ടോട്ടൽ എത്ര ആൾക്കാരുണ്ടെന്ന് നമുക്ക് കിട്ടി. എത്ര വരും? 39 - 1, അതായത് ടോട്ടൽ 38 എന്ന് കിട്ടും. ഇതുവരെ ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ? ഇതുവരെ ക്ലിയർ ആണോ? ഒറ്റ പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കണ്ടുപിടിച്ചത്, അതേ കേസാണ് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്തത്. ടോട്ടൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിച്ച്. ഇത് ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഫേബ, മുഹമ്മദ് ഹനീഫ, ക്ലിയർ ആണോ? ആണല്ലോ അല്ലേ? ഓക്കെ. 18 പ്ലസ് 21 എന്ന് പറഞ്ഞാൽ 39 അല്ലേ? ആ, എങ്ങനെ വേണേലും കുഴപ്പമില്ല, എങ്ങനെ ആയാലും ആഡ് ചെയ്യാം, അതൊന്നും ഒരു കുഴപ്പമില്ല. ഇനിയും ഈ 38 ഇനി ടോട്ടൽ കാണാതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഓക്കെ, ഒന്ന് ഈ മെത്തേഡ്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് സെക്കൻഡ് ഞാൻ പറഞ്ഞത്, അപ്പോൾ നോക്കിക്കേ, ഇനി ബി എക്ക് ഈ ഒരു പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ബീനെ ഇന്റർചേഞ്ച് ചെയ്ത പൊസിഷൻ, ന്യൂ പൊസിഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 13 ഉണ്ട്, ടോട്ടൽ നമ്പർ ഉണ്ട്, എങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചൂടെ? സോ ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്ത് വരും? എൽ പ്ലസ് ആർ -1 എന്നുള്ള രീതിയിലല്ലേ? അപ്പോൾ എൽ എന്താ? 13 അല്ലേ? ടോട്ടൽ 38 ഈസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ 13 പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? ആറാ കണ്ടുപിടിക്കേണ്ടത്, -1. അങ്ങനെയെങ്കിൽ എന്ത് വരും? 38 നിന്ന് 12 അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക, അപ്പോൾ 26 എന്ന് കിട്ടും. 6, അതായത് റൈറ്റ് സൈഡ് ഫ്രം ടോപ്പ് അല്ലേ, നമുക്ക് കിട്ടി 26 എന്ന് കിട്ടി. മനസ്സിലായോ? അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് 13 ആണ്, ഇവിടെ 21 വന്നെങ്കിൽ ഇവിടെ എത്ര ആഡ് ചെയ്തപ്പോഴാണ് 21 വന്നേ? 7 ആണല്ലോ. അപ്പൊ ഈ 7, അതായത് 7 എന്ന് പറഞ്ഞാൽ ഈ 21 എത്തി ആണല്ലോ. അപ്പൊ ഇത്രയും അങ്ങോട്ടേക്ക് കുറച്ചാൽ പോരായോ? മനസ്സിലായോ? അതായത് 18ന്റെ കൂടെ എന്ത് ചെയ്യണം? 18ന്റെ കൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി എത്ര ആഡ് ചെയ്യണം? 8 ആഡ് ചെയ്യണം. അതായത് ഈ ബി കിട്ടണമെങ്കിൽ 8 ആഡ് ചെയ്യണം. അത്രയും ചെയ്താലും മതി. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ? എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ, ഏത് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കിക്കേ. ഇന്റർചേഞ്ച് ചെയ്യുന്നത് തന്നെയാണ്, ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോട്ട് ചെയ്തോ. സോറി, ചെയ്തേ, നോട്ട് ചെയ്തോ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കിക്കേ, ചെയ്തേ. സോൾവ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ.
കിട്ടി? ഓക്കെ, അപ്പൊ നോക്കിക്കേ. In a row of girls, Kamya is the 55th from the left and Preeti is 6th from the right. When they exchange their position, Kamya become 13 from the left. What is the new position of Preeti from the right ആണ് ചോദിച്ചിരിക്കുന്നത്. സെയിം ആണല്ലേ? അതായത് നോക്കിക്കേ, ഇൻ എ റോ കമ്യ ഫ്രം ദി ഫിഫ്ത്ത് ആണ്, ലെഫ്റ്റിൽ നിന്നും ഫിഫ്ത്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് പ്രീതി സിക്സ്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പ്രീതി സിക്സ്ത്. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നിന്നും 13 എത്തും ആര്? നമ്മുടെ കമ്യ. പ്രീതി എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വരും. സോ നമ്മുടെ ചോദ്യം വാട്ട് ഈസ് ദ ന്യൂ പൊസിഷൻ ഓഫ് പ്രീതി ഫ്രം ദ റൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ടോട്ടൽ എത്ര കിട്ടും? ടോട്ടൽ എന്ന് പറയുന്നത് 13 + 6 എന്ത് വരും? 13 + 6 19, അതായത് 19 - 1 18 എന്ന് കിട്ടും ടോട്ടൽ, അല്ലേ? ടോട്ടൽ 18 കിട്ടിക്കഴിഞ്ഞാൽ 18 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്താണ്? ടോട്ടൽ 18 ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ, അതായത് പ്രീതി എന്ന് പറയുന്നത് പ്രീതിയുടെ പുതിയ പൊസിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ 18 - 4 ചെയ്യാം, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. സോ ആൻസർ 14 ആണ് നമ്മുടെ ആൻസർ കിട്ടുക. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യ. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ചെയ്ത സെയിം ടൈപ്പ് ആണ്. അതാണ് ഇത്ര വേഗം പറഞ്ഞു പോയത്. അതായത് ഒന്നുമില്ല, രണ്ടുപേര് സെയിം പ്ലേസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ കണ്ടുപിടിക്കാം. സോ 13 + 6 എന്ത് വരും? 19 എന്ന് വരും. 19 - 1 ചെയ്താൽ അവിടെ ടോട്ടൽ എത്ര പേരുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ടോട്ടൽ കണ്ടുപിടിച്ചാൽ ഇത് തന്നെ അപ്ലൈ ചെയ്താൽ പോരെ? L + R - 1. സോ നമുക്ക് പ്രീതിയുടെ റൈറ്റിൽ നിന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 18 ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് എത്രയാ? 5 ആണ്. സോ 5 + R - 1. സോ 18 മൈനസ് എന്ത് വരും? 4 ഈക്വൽ ടു R എന്ന് വരും. സോ R ഈസ് ഈക്വൽ ടു 14 എന്ന് കിട്ടും. പറഞ്ഞ മനസ്സിലായോ? ഈ രീതി ചെയ്താൽ മതി. ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, എന്ന് ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നോക്കിക്കേ, 13 ആൻഡ് 14 ഹോംവർക്ക് ക്വസ്റ്റ്യൻ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. ചെയ്ത് നോക്കുക. കിട്ടാത്തവർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഡൗട്ട് ഉള്ളവർക്ക് ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. നോട്ട് ചെയ്തോ? ഓക്കെ, നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ എന്ന് പറയണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. നോട്ട് ചെയ്തില്ല? നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15 ചെയ്തേ.
ഓക്കെ, നോക്കിക്കേ. At a birthday party, Ram stands 36 from the left and Sohan stands 48 from the right. When they exchanged their position, Ram became 48 from the left. What is the new position of Sohan from the right ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. റാം 36 ആണ് പറഞ്ഞിട്ടുള്ളത്. സോഹൻ എന്ന് പറയുന്നത് 48 ആണ് റൈറ്റിൽ നിന്നും കേട്ടോ. അപ്പോൾ നോക്കിക്കേ, റാം ബിക്കം 48 ഫ്രം ദ ലെഫ്റ്റ്. അതായത് എന്ത് ചെയ്തു? ഇന്റർചേഞ്ച് ചെയ്തു. അതായത് റാം ആയിരുന്നു 36, സോഹൻ 48 ആയിരുന്നു. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ രാം ഇവിടെ വരും അല്ലെ, സോഹന്റെ പ്ലേസിൽ വരും, സോഹൻ രാമിന്റെ പ്ലേസിൽ വരും. ഇനി രാം ബിക്കം 48 ഫ്രം ദ ലെഫ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 48 ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ നമുക്ക് അങ്ങനെയും ചോദിക്കും കേട്ടോ. ടോട്ടൽ ചോദിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് -1 ചെയ്താൽ മതി. സോ ഇനി നമ്മുടെ ചോദ്യം എന്താ? അപ്പൊ ഇനി നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 36ൽ നിന്ന് എത്ര ആഡ് ചെയ്തപ്പോഴാ 48 എത്തിയത്? 12 ആഡ് ചെയ്തു അല്ലെ. ഇവിടെ ഇത്ര പേരുണ്ട്, അപ്പോൾ 11 പേരുണ്ട്. ഓക്കെ, 11 പേര്. സോ 48ന്റെ കൂടി 11 പേര് ആഡ് ചെയ്താലും മതി. മനസ്സിലായോ പറഞ്ഞേ? ക്ലിയർ ആണോ പറഞ്ഞേ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 48 + 48 അല്ലെ, 48 + 48 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നേ? 96 എന്ന് കിട്ടും. ഓക്കെ, 96 - 1 95 ആണ് ടോട്ടൽ ആൾക്കാർ വരുന്നത്. ടോട്ടൽ കണ്ടുപിടിക്കാൻ സെപ്പറേറ്റ് എഴുതി തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി 95ൽ നിന്നും 35 അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്രയാ? സോഹൻ കഴിഞ്ഞിട്ട് റാം ഇരിക്കുന്നത് 36 + 12 ആണ് വരുന്നത് അല്ലേ. 12 ആണ് വരുന്നത് 48 എത്താൻ ആണല്ലോ. അപ്പോൾ 48ൽ നിന്നും, അതായത് ഇങ്ങോട്ടേക്ക് വരുമ്പം എത്ര ആഡ് ചെയ്യണം? 12 ആഡ് ചെയ്താൽ പോരെ. സോ 12 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങോട്ടേക്ക് എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്. സോ സോഹന്റെ പ്ലേസ് കണ്ടുപിടിച്ചാൽ പോരെ, അല്ലെങ്കിൽ രാമിന്റെ പുതിയ പൊസിഷൻ. സോ സോഹൻ ഫ്രം ദ റൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 60 എന്ന് കിട്ടും. ഡൗട്ട് ഉള്ളവർക്ക് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് പറയണേ. ഓക്കെ ആണെന്ന് പറഞ്ഞേ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇത്രയും നമ്മൾ 10th ക്വസ്റ്റ്യൻ നമ്പർ 10 വരെ ചെയ്തല്ലേ. അപ്പം നമുക്ക് ഇത്രയും മതി. അപ്പം നമുക്ക് ഓക്കെ പോയിന്റ് അപ്പ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ എന്ന് പറയണേ. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്ന് നമ്മൾ നോക്കിയതിൽ, റാങ്കിങ്ങിൽ, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ ചെയ്ത മാത്സിൽ QAയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ.